അചിന്യാവ്യക്തരൂപായ നിർഗുണായ ഗുണാത്മനെ സമസ്തജഗദാധാരമൂർത്തയേ ബ്രഹ്മണേ നമഃ. ശ്രീനാരായണ പരമഹംസദേവൻ്റെ പാദാരവിന്ദങ്ങളിൽ പ്രണാമം. ആചാര്യപാദങ്ങളിൽ പ്രണാമം. അഷ്ടോത്തര ശതഗുരുനാമാവലിയിലെ 21ഉം 22ഉം മന്ത്രങ്ങളാണ് ഇന്ന് ചെറിയ വിശകലനത്തിനായിട്ട് എടുക്കുന്നത്. മന്ത്രങ്ങൾ ശ്രദ്ധിക്കുക. ദേവതിര്യং മനുഷ്യാവഛിന്നാത്മനേ നമഃ. അവബോധിതമായാമയപ്രപഞ്ചായ നമഃ. ഇത് രണ്ടുമാണ് മന്ത്രങ്ങൾ. അതിൽ 21ാമത്തെ മന്ത്രം ഓം ദേവതിര്യং മനുഷ്യാവഛിന്നാത്മനേ നമഃ. ദേവതിര്യং മനുഷ്യ അവഛിന്നാത്മനെ എന്നാണ്. അവഛിന്നാത്മനെ എന്നാണ് ആ വാക്ക് പിരിക്കുമ്പോൾ വരുന്നത്. അപ്പം ദേവ എന്ന് പറഞ്ഞാൽ ദേവൻ, തിര്യക് പക്ഷിമൃഗാദികൾ, അവഛിന്നം എന്ന് പറയുമ്പോൾ വേർതിരിക്കപ്പെട്ട, നിർണയിക്കപ്പെട്ട, പരിമിതപ്പെട്ട എന്നുള്ള പല അർത്ഥങ്ങളൊക്കെ അതിന് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ദേവതിര്യং മനുഷ്യൻ, ഇങ്ങനെയുള്ള വിശിഷ്ടമായ ആത്മാവോട് കൂടിയവനാണ് ഗുരു. അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. അതായത് ദേവന്മാർ, പക്ഷിമൃഗാദികൾ, മനുഷ്യർ തുടങ്ങിയ സകല ജീവജാലങ്ങളിലും വിശേഷ രീതിയിൽ വർത്തിക്കുന്ന ഈശ്വരസ്വരൂപി അതായത് ബ്രഹ്മം തന്നെയാണല്ലോ എല്ലാവരിലും വർത്തിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഗുരുവും പരബ്രഹ്മം തന്നെ. അപ്പം അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾക്കറിയാം, ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഗുരുവിന് ഭേദചിന്തകൾ അറ്റുപോയ ഗുരുവാണ്. നമ്മൾക്കറിയാം. അതായത് എല്ലാം ഒരു ഏകത്വ ദൃക്കായിട്ട് സകലതിനെയും കണ്ടിരുന്ന മഹാഗുരുവാണ്. അപ്പോൾ ആ ഗുരുവിന് ഈ കാണുന്നത് എല്ലാത്തിലും ഉള്ള ആ ചൈതന്യം, ഒരേ ചൈതന്യം, അത് ഗുരു നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായൊരു ആത്മരൂപം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ സകലത്തിലും വർത്തിക്കുന്ന ഒരേ ആത്മസ്വരൂപമാണെന്നുള്ള തത്വം മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ അവിടെ ഭേദചിന്തയ്ക്കൊന്നും സ്ഥാനമില്ല. അപ്പം അങ്ങനെയുള്ള ആ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചൈതന്യമാണ് എല്ലാത്തിലും ഉള്ളതെന്ന് ഗുരുവും നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാതെയും ഒക്കെ നമ്മൾ അതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾക്കറിയാം, ഈശാവാസ്യോപനിഷത്തിൽ നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്, ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നു അല്ലേ. അപ്പോൾ അവിടെയും ഈശ്വര ചൈതന്യമില്ലാത്ത ഒരു സ്ഥലവും നമ്മൾക്ക് പ്രപഞ്ചത്തിൽ കാണാൻ സാധിക്കുന്നില്ല. ഒരു വസ്തുവുമില്ല, ഒരു അല്പം പോലും സ്ഥലവും അങ്ങനെയില്ല. അപ്പോൾ എല്ലാ സ്ഥലത്തും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന എന്നാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഗുരുതത്വം, അങ്ങനെയുള്ള ഗുരുവിന് ആണ് ചൈതന്യസ്വാമികൾ പ്രണാമം അർപ്പിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ എന്തെല്ലാം കാണുന്നുണ്ടോ, അതായത് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ അങ്ങനെ ഈ തത്വം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾക്കും ജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ എന്താണ്, ഒരു പോസിറ്റീവ് എനർജി നമ്മൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഇപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഭേദചിന്തയോടുകൂടി ജീവിക്കുന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് പോയിൻ്റ്. പക്ഷേ അങ്ങോട്ടൊക്കെ പോസിറ്റീവ് എനർജിയിലോട്ട് വരണമെങ്കിൽ എല്ലാം ഒന്നാണെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അത് നമുക്ക് ഗ്രാഹ്യമാകണം, നമ്മുടെ ബുദ്ധിയിൽ ഉറയ്ക്കണം. ഇതൊക്കെ നമ്മൾക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ തത്വം തന്നെയാണ് ഗുരു നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. മീനായതും ജനനി, മാനായതും ജനനി, നീ നാഗവും നഗഖഗ എന്നൊക്കെ പറഞ്ഞ് ഗുരു ജനനിയിൽ പറഞ്ഞു തരുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള ആ സ്വരൂപം, അതായത് എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന ആ ഒരു സ്വരൂപം, അപ്പം അത് തന്നെയാണ്. അതായത് ഗുരുവിനത് നന്നായിട്ട് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഗുരു നമ്മൾക്ക് വീണ്ടും പറഞ്ഞു തന്നു
ഒരു പീഡ എറുമ്പിനും വരുത്തരുത്, അല്ലേ? പിന്നെ പിണ്ടനന്ദിയിൽ നമുക്ക് കാണാം, കല്ലിനകത്ത് കുടിവാഴും ഒരല്പജന്തു. ആ ഒരല്പജന്തുവിനെ പോലും ഗുരു തിരിച്ചറിഞ്ഞിട്ട് അതിലും ഈ ചൈതന്യമാണ് വിലസുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയ ഗുരുവാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശ്വരൻ്റെ കൃപ നമ്മൾ നന്നായിട്ട് അറിയണം. നമ്മൾക്ക് ആ ഈശ്വരൻ്റെ കൃപയും മഹത്വവും ഒക്കെ അറിയണമെങ്കിൽ ഗുരു നമ്മൾക്ക് ഓതിത്തരുന്ന ഈ ഓരോ വാക്കുകളും ഓരോ വാചകങ്ങളും ഒക്കെ ഗുരുമൊഴികളൊക്കെ നമ്മൾക്ക് വശമാകുകയും നമ്മളതെന്താണെന്ന് മനസ്സിലാകുകയും ഒക്കെ ചെയ്താലേ നമ്മൾക്കും അതൊക്കെ പിടികിട്ടുകയുള്ളൂ. അപ്പം എല്ലാത്തിലും ഒരേ ആത്മചൈതന്യമാണെന്ന് നമ്മൾ പറയുമ്പോൾ എല്ലാ ജീവികളും ഒരുപോലെയായിട്ട് വേണം കരുതാനായിട്ട്. പക്ഷെ നമ്മളെക്കൊണ്ട് നമ്മളെ ഒരു ഉറുമ്പ് കടിച്ചാൽ നമ്മളതിനെ വെറുതെ വിടില്ല, നമ്മളൊരു കൊതു കുത്തിയാൽ നമ്മളതിനെ വെറുതെ വിടില്ല. അങ്ങനെയാണ് നമ്മളതിനെയൊക്കെ കരുതിയിരിക്കുന്നത്. അവരൊക്കെ നമ്മുടെ ശത്രുക്കളായിട്ട് വരുന്നു ഇപ്പോൾ, അല്ലേ? പക്ഷേ കുറച്ചൊക്കെ ഒരു കരുണാഭാവം, ഒരു ദയാഭാവമൊക്കെ നമ്മളിൽ ഉറയ്ക്കുന്നതിന് ഇതൊക്കെ സഹായിക്കും. അപ്പം അങ്ങനെയുള്ള ഗുരു സകല ചരാചരങ്ങളെയും അതിലെല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന തത്വം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾക്കും ഈ സകലതിനോടുമുള്ളൊരു ആരാധനാഭാവം ഉണ്ടാകും. അപ്പോൾ പ്രകൃതിയെ അങ്ങനെ വരുമ്പോൾ, അങ്ങനെ നോക്കുമ്പോൾ നമ്മൾക്ക് പ്രകൃതിയെ ശരിക്കും നമ്മൾ ആരാധിക്കണം, അല്ലേ? എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഈ ചൈതന്യമാണെന്ന് പറയുമ്പോൾ പ്രകൃതിയെ ആരാധിക്കാം. അപ്പോൾ ഓരോന്നിലും നമ്മളങ്ങനെ കാണുമ്പോൾ അത് ഗുരുതത്വമാണ്. അഥവാ ഇപ്പോൾ ഗുരുതത്വം എന്ന് നമ്മൾ പറയുമ്പോൾ ബ്രഹ്മതത്വം തന്നെ, പരബ്രഹ്മസ്വരൂപം തന്നെ, എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു തത്വം പിടികിട്ടിയിരിക്കുന്ന ഗുരുവിനായിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നത് ഗുരുവിലും വിളങ്ങുന്ന ആത്മചൈതന്യം തന്നെയാണ്, നമ്മളിലും വിളങ്ങുന്ന ആത്മചൈതന്യം തന്നെയാണ് എന്ന് അറിഞ്ഞ, അപ്പം അങ്ങനെ അറിഞ്ഞ, അതായത് വേർതിരിവില്ലാതെ എല്ലാത്തിനെയും ഒന്നുപോലെ കാണുന്ന ആ മഹാഗുരുവിൻ്റെ പാദാരവിന്ദങ്ങളിൽ പ്രണാമം അർപ്പിക്കുക. ആ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് പറയുന്നത്. 22ാമത്തെ മന്ത്രം പറയുന്നത് ഓം അവബോധിത മായാമയ പ്രപഞ്ചായ നമഃ. അവബോധിത മായാമയ പ്രപഞ്ചായ നമഃ. ഈ പ്രപഞ്ചം മായാമയമാണെന്ന് ബോധിച്ച, മനസ്സിലാക്കിയ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. അവബോധിത മായാമയ പ്രപഞ്ചായ. അപ്പം ഈ പ്രപഞ്ചം മായയാണ്, അത് സത്യമല്ല എന്ന് ബോധിച്ച ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് പറയുന്നത്. അപ്പം ആ അറിവ് തന്നെ ഗുരു നമ്മൾക്കും ബോധിപ്പിച്ച് തരുന്നുണ്ട്, അല്ലേ? അപ്പം സ്വയം അത് മനസ്സിലാകുകയും ഒപ്പം നമ്മൾക്കത് ബോധിപ്പിച്ച് തരികയും ചെയ്തിരിക്കുന്ന ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. അപ്പം ഗുരു നമ്മൾക്ക് ഗുരുവിന് മനസ്സിലായ, അല്ലെങ്കിൽ ഗുരുവിൻ്റെ ബോധത്തിൽ ഉറച്ച, ഗുരുവിന് എന്ത് തത്വമാണോ, പ്രപഞ്ചതത്വമായാലും ഈശ്വരതത്വമായാലും എന്താണോ മനസ്സിലായത് അതെല്ലാം നമ്മൾ ഓരോരുത്തരെയും മനസ്സിലാക്കിച്ചെടുക്കുന്നതിനുള്ള ഗുരു നന്നായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഗുരു കഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മൾക്കെല്ലാവർക്കും അറിയാം. അപ്പം ഗുരുവിനുണ്ടായിരുന്ന അവബോധം ഇതാണ്, മായാമയ പ്രപഞ്ചം ആണ്, പ്രപഞ്ചം മായാമയമാണ്, പ്രപഞ്ചം സത്യമല്ല, അത് അസത്യമാണ്, അത് വെറും ഭ്രമമാണ് എന്നൊക്കെ ഗുരുവിന് മനസ്സിലായി. അതായത് ഗുരു നമ്മൾക്ക് അദ്വൈത ദീപികയിലൊക്കെ പ്രത്യേകമായിട്ട് ഓരോ ശ്ലോകങ്ങളിൽ കൂടി ഗുരു പറഞ്ഞു തരുന്ന ഇത് തന്നെയാണ്. വിശ്വം എന്താണ്? വിശ്വം ഉള്ളതല്ല, അതില്ലാത്തതാണ്. അപ്പം അതിന് കാരണം ഇതാണ്, എന്താണ്? അത് മായാമയമാണെന്നാണ്, മായാനിർമ്മിതമാണ്. അതാണ് ഗുരു ബോധിപ്പിച്ച് തരുന്നത്. അപ്പോൾ സദ്ഗുരുക്കന്മാർ എല്ലാവരും ഇത് ബോധിച്ചവരാണ്. നമ്മൾ സദ്ഗുരു എന്ന് പറയുമ്പോൾ അതായത് ഈ സംസാര സാഗരത്തിൽ കിടന്ന് വലയുന്ന നമ്മളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, അതിന് ആ സമുദ്രം തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗുരു നമ്മൾക്കിതെല്ലാം മനസ്സിലാക്കി തരികയാണെന്നുകൂടെ നമ്മൾ അറിയണം. അതായത് ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ എന്താണ്, കുറച്ച് വേദാന്തം കൂടിയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, അതിൽ കൂടിയൊക്കെ കടന്നു പോകണം, അല്ലേ? അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്നൊക്കെ നമ്മൾക്കറിയാം.
അപ്പം മായ എന്നാൽ എന്താണ്? മായ എന്ന് പറഞ്ഞാൽ അതൊരു ശക്തിയാണ്. ഈശ്വര ചൈതന്യത്തോട്, ആത്മചൈതന്യത്തോട് ചേർന്നിരുന്ന് പ്രവർത്തിക്കുന്ന ഒരു ശക്തിയാണ്. മായാശക്തിയാണത്. അപ്പോൾ മായയ്ക്ക് ഡെഫിനിഷൻ പറഞ്ഞാൽ എന്താണ്? ദർശനമാലയിൽ നമ്മൾക്ക് കാണാമല്ലോ നന്നായിട്ട് ഗുരു അവിടെ മായാദർശനം തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മായ എന്ന് പറഞ്ഞാൽ ന വിദ്യതേ യാസാം മായ, യാതൊരുവളില്ലാത്തതാണോ അവളാണ് മായ എന്നാണ് മായയ്ക്ക് ഗുരു നിർവചനം കൊടുത്തിരിക്കുന്നത്. അതുപോലെ ജനനി നവരത്നമഞ്ജരിയിൽ വീണ്ടും നമ്മൾക്ക് കാണാം, ഇല്ലാത്ത മായയുടെ ഉല്ലാസം, ഇല്ലാത്ത മായയാണ് ഉല്ലാസമെല്ലാം ഉണ്ടാക്കി കാണിക്കുന്നതെന്ന് അവിടെയും ഒക്കെ ഗുരു നന്നായിട്ട് നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇല്ലാത്തത് എന്താണോ അവളെയാണ് നമ്മൾ മായ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ മായയ്ക്ക് തന്നെ പല പേരുകളിട്ട് വിളിക്കുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിലായിട്ട്. വിദ്യ, അവിദ്യ, പര, അപര, സാമാന്യ, ഇങ്ങനെയൊക്കെ വിളിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ആ മായയാണ് നമ്മളെ ഇതെല്ലാം ഉണ്ടാക്കി കാണിക്കുന്നതിന്, നമ്മളെല്ലാം ബോധ്യപ്പെടുത്തുന്നതിന്, നമ്മളെല്ലാം ബോധ്യപ്പെടുത്തുന്നത് ഈ മായാശക്തി മുഖാന്തരമാണ്. അപ്പോൾ ആ മായയെ ഇല്ലാതാക്കിയാൽ മാത്രമേ നമ്മൾക്കും ഇതെല്ലാം വശമാകുകയുള്ളൂ. അതായത് ഈ പറയുന്ന തത്വങ്ങളെല്ലാം ഈശ്വര ചൈതന്യം അത് മാത്രമാണ് എല്ലായിടത്തും വിളങ്ങുന്നത് എന്നുള്ള ആ തത്വമൊക്കെ മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം? നമ്മൾക്ക് മായ ഇല്ലാതെ ആകണം. അപ്പോൾ ആ മായയെ ഇല്ലാതാക്കുന്നതിന് ഉള്ള ശ്രമമായിരിക്കണം പിന്നെ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ആ മായാദർശനത്തിലൊക്കെ ഗുരു പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ദർശനമാലയിലെ അത് നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ തത്വമൊക്കെ നമ്മൾക്കും ഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ നമ്മൾക്ക് അതായത് ഈ ജഗത്ത് മിഥ്യയാണെന്നൊക്കെ ഇത് ബോധിച്ചവർ പറയുന്നുണ്ട്. ഇപ്പം ജഗത് മിഥ്യ എന്ന് പറയുമ്പോൾ എന്താണ്? ജഗത് മിഥ്യയാണെന്ന് നമ്മൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ എന്ത് വേണം? ബ്രഹ്മസത്യം എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാകണം, അല്ലേ? ബ്രഹ്മസത്യമാണെന്ന്, അങ്ങനെ ഒരു സത്യമുണ്ടെന്നും അത് പരബ്രഹ്മസ്വരൂപമാണ് സത്യമായിട്ടും എന്നും നിലനിൽക്കുന്നത് എന്നുമുള്ളതും അറിഞ്ഞാൽ മാത്രമേ പ്രപഞ്ചം സത്യമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നാശമുള്ളതാണ് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും. അപ്പം അതിന് ഒരിക്കലും ശാശ്വതമായ ഒരു നിലനിൽപ്പില്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ പരബ്രഹ്മസ്വരൂപം സത്യമാണെന്ന് നമ്മൾക്ക് അറിയാനൊക്കെ സാധിക്കുള്ളൂ. അപ്പം നന്നായിട്ട് അതൊക്കെ മനസ്സിലാക്കി പോകുമ്പോഴാണ് നമ്മൾക്കും ഇതൊക്കെ പിടികിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഈ സത്യം, അതായത് പ്രപഞ്ച സത്യം എന്താണെന്നും ഈശ്വര ചൈതന്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ ബ്രഹ്മസത്യം, അതായത് ഗുരു നമ്മൾക്കറിയാം എപ്പോഴും ബ്രഹ്മത്തിൽ വിനീലനായിരുന്നു, അല്ലേ? ബ്രഹ്മത്തിൽ എപ്പോഴും നിഷ്ഠയോടുകൂടി കഴിഞ്ഞിരുന്നവനാണ്. അതായത് ഗുരു ഇവിടെ കർമ്മം ചെയ്യുമ്പോഴുമൊക്കെ ആ നിഷ്ഠയിൽ നിന്നൊരിക്കലും ഗുരു മാറിയിരുന്നില്ല. അപ്പോൾ ആ ബ്രഹ്മത്തിലെപ്പോഴും ലീനനായിരുന്ന ഗുരുവിനെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഗുരു കണ്ണു തുറന്നിങ്ങനെ എല്ലാം കാണുന്നുണ്ടെങ്കിലും അതിലൊന്നും അതൊക്കെ അസത്യമാണ്, അതൊക്കെ നശിക്കുന്നതാണെന്നുള്ള പൂർണ്ണമായ ധാരണയോട് കൂടി തന്നെയാണ് ഗുരു ഇവിടെ കഴിഞ്ഞിരുന്നത്. അപ്പോൾ ആ ആത്മസത്യത്തിൽ നിന്നും മാറിയുള്ള ഒരു ചിന്ത ഗുരുവിന് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഈ പ്രപഞ്ച സത്യം എന്താണെന്ന്, അതായത് മായയുടെ കളിയാണിതെല്ലാം എന്ന് നന്നായിട്ട് മനസ്സിലാക്കുകയും അത് നമ്മൾക്കൊപ്പം നമ്മൾക്ക് ബോധിപ്പിച്ച് തരികയും ചെയ്തിരിക്കുന്നത് മഹാഗുരു മാത്രമാണ്. അപ്പം ആ മഹാഗുരുവിൻ്റെ പദാരവിന്ദങ്ങളിൽ നമ്മൾ നമ്മുടെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ആ പാതാരവിന്ദങ്ങളിൽ അർപ്പിക്കുന്നു. ഈ പറയുന്ന തത്വം അല്പമെങ്കിലും മനസ്സിലാക്കി തരുവാൻ മഹാഗുരു നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു.